ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ ഓട്ടോകാർ ഇന്ത്യ നമ്മുടെ മഹീന്ദ്രയുടെ രണ്ട് പുതിയ വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റുകൾ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അവർ അനൗൺസ് ചെയ്തു ഇൻ ദ സെൻസ് മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ലീക്ക് കിട്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ശരിക്കും രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ XUV700 ആയാലും 2021 ലോഞ്ച് ആയത്, അതുപോലെ തന്നെ 3 ഡോർ ഥാർ ആയാലും 2020 ലോഞ്ച് ആയത്. രണ്ട് വാഹനങ്ങളും ലോഞ്ചായിട്ട് 4 മുതൽ 5 വർഷം വരെയുള്ള സമയം ഇപ്പോൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഫേസ് ലിഫ്റ്റ് ഓൾറെഡി പെൻഡിങ് ആണ്. സാധാരണ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ മിക്ക കമ്പനികളും ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നതാണ്. ഇപ്പോൾ ഹ്യുണ്ടായൊക്കെ ആണെങ്കിൽ അവർ മിക്ക വാഹനങ്ങളും 3 വർഷം കൂടുമ്പോഴൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അത്രയൊന്നുമില്ല, ബട്ട് സ്റ്റിൽ എന്തായാലും ഇപ്പോൾ ഫേസ് ലിഫ്റ്റുകൾ ഡ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഈ വർഷം ആയിരിക്കില്ല, 2026 ഈ രണ്ട് വാഹനങ്ങളുടെയും ഫേസ് ലിഫ്റ്റ് വരുന്നത്. ഈ വർഷം വരില്ല എന്നുള്ളത് മഹീന്ദ്ര കുറച്ച് കാലം മുന്നേ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്തതാണ്. എന്തായാലും നമുക്കിപ്പം എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഈ വാഹനങ്ങളിലൊക്കെ വരാൻ പോകുന്ന ചേഞ്ചസ്, അതുപോലെ ഫേസ് ലിഫ്റ്റിൽ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, അതുപോലെ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നൊക്കെ ചെറിയ രീതിയിൽ നോക്കാം. ഇതൊന്നും മഹീന്ദ്രയായിട്ട് കറക്റ്റ് കൺഫേം ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് റൂമേഴ്സ് ഇപ്പം വരുന്നത് എന്നുള്ളത് നോക്കാം. രണ്ട് വാഹനങ്ങളുണ്ട്. അതിൽ XUV700 ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഥാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഓൾറെഡി കഴിഞ്ഞ വർഷം മഹീന്ദ്ര 5 ഡോർ ഥാർ റോക്സ് ഇറക്കിയതാണ്. അത്യാവശ്യം നല്ല റിസപ്ഷൻ തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജിലെ വാഹനത്തിന് കിട്ടിയിരുന്നത്. ഇപ്പോഴും മാസക്കണക്കിൽ നോക്കാനാണെങ്കിൽ നല്ല സെയിൽ ലഭിക്കുന്നുണ്ട്. 7000 to 8000 വരെ ഥാറിന് ടോട്ടൽ കമ്പൈൻഡ് സെയിൽ കിട്ടുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം ഥാർ റോക്സ് തന്നെയാണ്. കാരണം റോക്സ് വന്നപ്പോഴേക്കും 3 ഡോർ ഥാറിൻ്റെ ഡിമാൻഡ് നന്നായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്കൗണ്ടൊക്കെ അതിനനുസരിച്ച് കൂടാൻ തുടങ്ങി. കറക്റ്റ് സ്പ്ലിറ്റപ്പ് സെയിൽ മഹീന്ദ്ര ഇപ്പോൾ തരുന്നില്ല, രണ്ടിനെയും കൂടെ കമ്പൈൻഡ് സെയിലാണ് അവർ വിടുന്നത്. അതുകൊണ്ട് 3 ഡോർ ഥാറിന് മാത്രമായിട്ട് ഇപ്പോൾ എത്ര സെയിൽ കിട്ടുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും 2000 ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഥാർ റോക്സിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇനീഷ്യലി ഏകദേശം 6000 ആയിരുന്നു. എനിവേ അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് 3 ഡോറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണല്ലോ ചോദ്യം വരുന്നത്. മെയിനായിട്ട് ഥാർ റോക്സ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് തന്നെ ആയിരിക്കും വരുന്നത്. വളരെ റെവല്യൂഷണറി ആയിട്ട് അവരിതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇൻറ്റീരിയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് പുതിയ സ്റ്റിയറിംഗ് വീല് വരും. 700 അതുപോലെ തന്നെ സ്കോർപ്പിയനിലൊക്കെ കണ്ടാതെ സ്റ്റിയറിംഗ്, അതായത് ഥാർ റോക്സിൽ വന്ന സെയിം സാധനം തന്നെ. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഥാർ റോക്സ് അതിനകത്ത് കിട്ടുന്ന ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. പക്ഷേ 3 ഡോർ ഥാറിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. മിക്കവാറും അത് 3 ഡോർ ഥാറിലേക്ക് ഇനി വരുമ്പോഴേക്കും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഈസി ആക്കാനുള്ള ഒരു സംവിധാനം കിട്ടും. കാരണം സ്റ്റിയറിംഗ് ഈസി ആയിരിക്കും തിരിക്കാനൊക്കെ. ഇപ്പോൾ ഉള്ളത് ഹൈഡ്രോളിക് ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ നിർത്തിയിട്ടൊക്കെ തിരിക്കുന്ന സമയത്ത്. പിന്നെ വരാനുള്ളത് ഇതിൻ്റെ പുതിയ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെയൊക്കെ അപ്ഡേറ്റ് ആണ്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടും കുറേയൊക്കെ നമ്മുടെ ഥാർ റോക്സ് പോലെ ആവാൻ സാധ്യതയുണ്ട്. ഥാർ റോക്സിൽ നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഡാഷ്ബോർഡിൽ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. അത് തന്നെ ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുതിയ 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം ആയാലും അതുപോലെ തന്നെ 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആയാലും അത് രണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഥാർ റോക്സ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഇൻറ്റീരിയറിൽ വരാൻ പോകുന്നത്. അതിനൊക്കെ പുറമെ ചില ചെറിയ ചെറിയ കാര്യങ്ങളുടെ പ്ലേസ്മെൻറ്റ്, അതായത് ബട്ടൺസിൻ്റെ പ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലും വ്യത്യാസം വരും എന്ന് പറയുന്നുണ്ട്. അതാണ് ഇൻറ്റീരിയറിൻ്റെ കേസ്, അതായത് ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന. എക്സ്റ്റീരിയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഥാർ റോക്സ് ഇൻസ്പയർ ചെയ്ത് തന്നെയായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് 3 ഡോർ ഥാറിൽ കുറച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. അതായത് ഗ്രില്ലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ പുതിയ വണ്ടി വരുമ്പോഴേക്കും ഥാർ റോക്സിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കുറേയൊക്കെ ഇൻസ്പയർ ചെയ്ത് വരും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സിലാണെങ്കിലും LED ഹെഡ്ലൈറ്റ്സ് ആവും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. DRLസിൻ്റെ പ്ലേസ്മെൻറ്റ് മാറും എന്ന് പിന്നെയും പറയുന്നുണ്ട്. ഥാർ റോക്സിൻ്റെ അകത്ത് നമുക്ക് ഹെഡ്ലൈറ്റ്സിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള DRLs ആണ് കിട്ടുന്നത്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നേരത്തെ നമ്മുടെ 3 ഡോറിൻ്റെ അകത്ത് DRLs ആയിട്ടുണ്ടായിരുന്നത് റോക്സിൽ കൊടുത്തത്. സോ അതാണ് അതിൻ്റെ കേസ്. എക്സ്റ്റീരിയർ ചേഞ്ചസ്, മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും തന്നെ പ്രത്യേകിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ 3 ഡോർ ഥാർ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, അതുപോലെ തന്നെ 2 ലിറ്റർ പെട്രോൾ, 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ തുടങ്ങിയ 3 എഞ്ചിൻ ഓപ്ഷൻസിലാണ് ലഭിക്കുന്നത്. ആ സെയിം പവർ ട്രെയിൻ ഓപ്ഷൻസ് തന്നെ അവർ വീണ്ടും ക്യാരി ഓവർ ചെയ്യും എന്നാണ് പറയുന്നത്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ 130 bhp ആണ് വരുന്നത്, പെട്രോൾ എഞ്ചിൻ 150 bhp ആണ്. ഇനി അതല്ല 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് 115 bhp ആണ്. ബട്ട് സ്റ്റിൽ അത് ഒക്കെ ആവശ്യത്തിനുള്ള ഒരു പവർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വരുന്നതോടുകൂടി വീണ്ടും 3 ഡോർ ഥാറിൻ്റെ സെയിൽ കുറച്ചുകൂടെ കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ റോക്സ് വന്നതോടുകൂടി 3 ഡോർ ഥാർ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ് ആൾക്കാർ അത് അങ്ങനെ അധികം പ്രിഫർ ചെയ്യാത്തത്. പക്ഷേ എന്തായാലും കുറച്ചും കൂടെ ഓഫ് റോഡ് സെൻറ്റർ ആയിട്ട് നോക്കുമ്പോൾ തീർച്ചയായും 3 ഡോർ ഥാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. 5 ഡോർ ഥാറിന് വീൽ ബേസ് കൂടുതലായതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല ടെക്ക് ഒരിത്തിരി കൂടിപ്പോയതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. അതിപ്പോൾ 3 ഡോർ ഥാർ വരുമ്പം അതിനും ആ ടെക്ക് ഓവർലോഡിൻ്റെ പ്രശ്നം ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ അതല്ലാതെ നോക്കാനാണെങ്കിൽ വീൽ ബേസ് ഒക്കെ സ്റ്റിൽ അതിന് ചെറുത് തന്നെയായിരിക്കും. പിന്നെ ഹാർഡ് ടോപ്പ് സോഫ്റ്റ് ടോപ്പ് വേർഷൻസ് ഒക്കെ അവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ടും 3 ഡോർ ഥാർ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് തന്നെ പറയാൻ പറ്റും.
പ്ലാറ്റ്ഫോം ഒന്നും മാറുന്ന കേസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും 3 ഡോർ താറും 5 ഡോർ താറും രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. 5 ഡോർ താർ ബേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പുതിയ സ്കോർപ്പിയോയുടെ ഒക്കെ ഷാസിയാണ്. 3 ഡോർ താർ വേറെ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും 5 ഡോർ താർ പോലെ അത്രയും കാറിലേക്കാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ ആ ഒരു ബംപിനെസ് ഒക്കെ ഷോർട്ട് വീൽ ബേസ് ആയതുകൊണ്ടൊക്കെ എന്തായാലും ഇതിന് കണ്ടിന്യൂ ചെയ്യും. ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വിഷ്വലി അതുപോലെ തന്നെ ഫീച്ചേഴ്സ് വൈസൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും പുതിയ 3 ഡോർ താറിൽ ലഭിക്കാൻ പോകുന്നത്. ഇത്രയൊക്കെയാണ് കാറിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഇനിയിപ്പം XUV700 ഫേസ് ലിഫ്റ്റിനെ പറ്റി നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നേരത്തെ ചെയ്തതാണ്. ഇൻ കേസ് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഇപ്പോഴും പറയാനുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ നമ്മൾ ഇതിന് മുന്നേ ടെസ്റ്റിങ്ങിൽ കണ്ടിട്ടുള്ളതാണ്. XEV9യുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. റിയർ ഡിസൈൻ പക്ഷേ അവർ ടെസ്റ്റിങ്ങിൽ നിന്നും വലിയ വ്യത്യാസം കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ട്വീക്സ് ഉണ്ടായിരിക്കും. പക്ഷേ മോർ ഓർ ലെസ് സെയിം തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ ഫ്രണ്ട് ഡിസൈൻ മൊത്തം മാറും. നമ്മുടെ ആ ഒരു XEV9യുടെ ഫ്രണ്ട് എങ്ങനെയാണോ, അതായത് എൽ ഷേപ്പ് DRLs, അതുപോലെ അതിൻ്റെ അകത്ത് തന്നെ താഴത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ ആ ഒരു പാറ്റേണിലേക്കായിരിക്കും XUV700യുടെ ഫ്രണ്ട് ഫേസ് മാറാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇപ്പോഴും അത്യാവശ്യം ലോഡഡായിട്ട് തന്നെയാണ് നമ്മുടെ XUV700 വരുന്നത്. പക്ഷേ പുതിയ മോഡൽ വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് നമ്മൾ XUV9യിലൊക്കെ കണ്ടതുപോലെ 3 സ്ക്രീനിൻ്റെ ലേഔട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളായാലും, അതായത് ഓട്ടോ പാർക്ക്, സെൽഫ് പാർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത് ഓൾറെഡി അവർ XUV9യിൽ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സൺറൂഫ് ലൈറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. സോ കുറേയൊക്കെ ഫീച്ചേഴ്സ് അതിൽ നിന്ന് തന്നെ ഇതിലോട്ട് ക്യാരി ഓവർ ചെയ്യും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡാഷ്ബോർഡ് ലേഔട്ട് XEV9യുടെ തന്നെ ശരിക്കും നമ്മുടെ 700 ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ പോലെ ആയിരുന്നു. അതൊക്കെ തന്നെയായിരിക്കും ഈ വാഹനത്തിലും വരാൻ പോകുന്നത്. അങ്ങനെ ഭയങ്കര വലിയ ഡാഷ്ബോർഡ് ലേഔട്ടിൽ വ്യത്യാസങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മെയിനായിട്ട് ആ ഒരു ഫീച്ചേഴ്സിൽ വരുന്ന വ്യത്യാസമായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഈ വണ്ടിയിൽ മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സെയിം 2.2 ലിറ്റർ എംഹോക് ഡീസൽ എഞ്ചിൻ, അതുപോലെ 2 ലിറ്റർ എം സ്റ്റൈലിൻ പെട്രോൾ എഞ്ചിൻ, ഈ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. ശരിക്കും ഇതുവരെ ഈ ഒരു സെഗ്മെൻറ്റിൽ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ പവർ ഫിഗേഴ്സിൻ്റെ കേസിൽ XUV700 പിടിക്കാൻ ഈ സെഗ്മെൻറ്റിൽ വേറൊരു വാഹനം വന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ് മറ്റൊരു സത്യം. അതിപ്പോൾ പെട്രോൾ ആയാലും ഡീസൽ ആയാലും. മെയിനായിട്ട് പെട്രോളിൽ ഈവൻ ചില സെഡാൻസിനൊക്കെ ഫാസ്റ്റാണ് ഇത്രയും വലിയ സൈസുള്ള ഈ ഒരു SUV. പിന്നെ ഫേസ് ലിഫ്റ്റ് പെൻഡിങ് ആണെന്ന് പറഞ്ഞാലും XUV700യുടെ സെയിൽസിന് അത് വലിയ രീതിയിൽ എഫക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഏകദേശം 6500 മുതൽ 7000 വരെയൊക്കെ സെയിൽസിന് ഒരു മാസം കിട്ടുന്നുണ്ട്. കുറച്ച് കാലം മുന്നേ ഒരു 9000 വരെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിൽ നിന്നൊരു ഇത്തിരി കുറഞ്ഞു എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. 3 ഡോർ താറിൽ വന്ന പോലെ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും XUV700യുടെ കേസിൽ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഫീച്ചേഴ്സ് കൊണ്ടും അതുപോലെ പവർ ഫിഗേഴ്സ് കൊണ്ടും ഒക്കെ മാർക്കറ്റിൽ ഇപ്പോഴും കറണ്ടായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ടാവാം. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ എല്ലാം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് തീർച്ചയായും നമ്മുടെ സപ്പോർട്ടോട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.